നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഭാഗമായി ശ്രമത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. യുക്രൈനെ ചതിക്കുന്നത് നിർത്തണമെന്നും ചതിക്കരുതെന്നുമുള്ള ആവശ്യമാണ് മാക്രോൺ മുന്നോട്ട് വെച്ചതെന്നാണ് പറയപ്പെടുന്ന പ്രധാന കാര്യം. എന്നാൽ താൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ എന്നാണ് ട്രംപിന്റെ അഹങ്കാരത്തോടെ പറഞ്ഞ കാര്യം. യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ നന്നായിട്ട് അറിയാവുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ രാജ്യത്തെ ഭരണാധികാരി അദ്ദേഹത്തെ കാണാൻ എത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നലെ 3 വർഷം തികഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയെടുത്തു. അങ്ങനെ നടത്തുന്ന ചർച്ചകളിൽ യുക്രൈനെ ഉൾപ്പെടുത്താതിരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രതിഷേധമുണ്ട്. പുടിനുമായി ട്രംപ് കൂടുതൽ അടുക്കുകയാണെന്നാണ് അവർ കരുതുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റിന് വൈറ്റ് ഹൌസിൽ ലഭിച്ച അത്ര ഊഷ്മളമായ സ്വീകരണമായിരുന്നില്ല. സമാധാന ചർച്ചകൾക്കായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുടിനെ സമീപിക്കാമെന്നും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. നേരത്തെ യുക്രൈനാണ് യുദ്ധത്തിന് തുടക്കമിട്ടത് എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. സെലൻസ്കിക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ തന്നെ അമേരിക്കയെ സന്ദർശിക്കാമെന്നും അവരുടെ ധൻ സമ്പത്ത് അമേരിക്ക കൈമാറുന്ന കരാറിൽ ഒപ്പുവെക്കാമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ട്രംപും മാക്രോണും G7 രാജ്യങ്ങളിൽ നേതാക്കളുമായ റഷ്യ യുക്രൈൻ വിഷയം ഫോണിൽ ചർച്ച ചെയ്തിരുന്നു. വ്യാഴാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശക്തികളാണ് ബ്രിട്ടനും ഫ്രാൻസും. കഴിഞ്ഞ ശനിയാഴ്ച പോളണ്ട് പ്രസിഡന്റുമായി തന്നെ ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ജോ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് റഷ്യയുമായുള്ള ബന്ധം നിലനിർത്താൻ തന്നെ നല്ല രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ട്രംപ് 1.5 മണിക്കൂർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മാറുകയായിരുന്നു. ട്രംപും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച കൂടി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി റഷ്യൻ സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ യുക്രൈൻ പ്രസിഡന്റ് തന്നെ സെലൻസ്കി രാജിവെക്കാനും ഒരുങ്ങുന്നതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യൻ മാധ്യമമായ റഷ്യൻ ടുഡേക്ക് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2025 ഫോറത്തിൽ തന്നെ സംസാരിക്കവേ താൻ വർഷങ്ങളോളം അധികാരത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സെലൻസ്കി പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ സമാധാനം ആവശ്യമാണെങ്കിൽ തന്റെ സ്ഥാനം രാജിവെക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തയ്യാറാണെന്ന് താനെന്നും അത്തരമൊരു വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്ഥാനം നാറ്റോയ്ക്ക് പകരം വയ്ക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ യുക്രൈന്റെ സുരക്ഷയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സെലൻസ്കി പറഞ്ഞതായി റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വെല്ലുവിളിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒടുവിൽ കീഴടങ്ങുന്നു. യുക്രൈന്റെ യാതൊരു തന്നെ കൈമാറണമെന്ന് ട്രംപിന്റെ ആവശ്യത്തിന് മുന്നിലും സെലൻസ്കി ഗതികെട്ട് ഒടുവിൽ വഴങ്ങുകയാണ്. ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെക്കാൻ തുടങ്ങുകയാണ് യുക്രൈൻ പ്രസിഡന്റും.